കെറി പോർട്ടൽ വഴി സപ്ലിമെൻ്റ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. കെറി പോർട്ടൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം രജിസ്ട്രേഷൻ ഫീ പേയ്മെൻറ്റ് ലിങ്ക് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ PRN നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും. അത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിനു ശേഷം എക്സാം ഫോം സബ്മിഷൻ എന്ന പേജിലേക്ക് പോവുക. എക്സാം ഫോം ഫോർ സബ്മിഷൻ എന്നുള്ളതിനകത്ത് നിങ്ങളുടെ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഇതുപോലെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയ പേപ്പർ ഓൾറെഡി കാണാൻ പറ്റും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സെലക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് എലിജിബിൾ ഫോർ പെർഫോമൻസ് ഇവിടെ കാണിക്കാം. ഇമ്പ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫോം മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ പോയി ആ ഇമ്പ്രൂവ്മെൻറ്റ് പേപ്പറും കൂടി ആഡ് ചെയ്ത് തിരിച്ച് വരേണ്ടതാണ്. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പോണൻറ്റ് ഏതാണെന്നുള്ളത് തിരഞ്ഞെടുക്കുക. ഇൻറ്റേർണൽ കമ്പോണൻറ്റ് കയറിപ്പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിന് ഫീസ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല. ചലച്ചിത്ര ഗാനപഠനമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. താഴെ പോയി ജനറേറ്റ് ഓർ അപ്ഡേറ്റ് ഫോം എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു കോഴ്സും കൂടി വരുന്നതാണ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ ആ ലിങ്കിൽ പോയി അത് റിമൂവ് ചെയ്ത് അൺടിക്ക് ചെയ്ത് ജനറേറ്റ് ഓർ അപ്ഡേറ്റ് കൊടുത്താൽ അത് മാറുന്നതാണ്. ഞാനിപ്പം സപ്ലിമെൻ്ററിയിലേക്കാണ് പ്രൊസീഡ് ചെയ്യുന്നത്. പ്രൊസീഡ് അടിച്ചു. അപ്പോൾ എഗെയിൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ എലിജിബിൾ ആണ്, സെലക്ട് ചെയ്യുന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ട് ചെയ്യണമെങ്കിൽ അപ്ലൈ എന്നുള്ളത് കൊടുക്കാം, ഇല്ലെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫീ കൺസെഷൻ അവൈൽ ചെയ്യണമെന്നുള്ളത് ഇതുപോലെ ചോദിക്കും. കൺസെഷൻ ഞാൻ അവൈൽ ചെയ്യുന്നില്ല, നോ കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ പേ എന്ന് പറയുന്ന ലിങ്കിലേക്ക് പോവുകയാണ്. ഓക്കെ കൊടുക്കുക. കഴിഞ്ഞ് നമ്മുടെ നോർമൽ പേയ്മെൻറ്റ് പ്രോസസ്സിലേക്ക് തന്നെയാണ് പോകുന്നത്. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫീസ് അടച്ച് നിങ്ങൾക്ക് തിരിച്ച് വരാവുന്നതാണ്. ഇതിൽ നിന്നും റേസർ പേയോ SBI പേയോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ SBI പേ ആണ് സെലക്ട് ചെയ്യുന്നത്. UPI ഡീറ്റെയിൽസിൽ UPI QR എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെബിറ്റ് കാർഡോ കോർപ്പറേറ്റ് കാർഡ്, ബാങ്ക് നെറ്റ് ബാങ്കിങ് ഒക്കെ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പേ നോ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി QR സ്ക്രീനിൽ വരും. QR സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ നിന്ന് വേറെ എങ്ങോട്ട് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പേയ്മെൻറ്റ് ഇവിടെ അപ്ഡേറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ബാക്ക് ബട്ടൺ ഒന്നും പ്രസ് ചെയ്യരുത്. പേയ്മെൻറ്റ് സക്സസ് ആകുന്നതോടുകൂടി തിരിച്ച് കെറിപ്പിൻ്റെ സൈറ്റിലേക്ക് തന്നെ വരുന്നതാണ്. നിങ്ങൾക്ക് പെയ്ഡ് എന്നും പറഞ്ഞ് ഇതുപോലൊരു സ്റ്റാറ്റസ് കാണാവുന്നതാണ്.